കിട്ടി. ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചേച്ചി ഞാനും ഫോൺ വാങ്ങാൻ പോയിരുന്ന വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്ലാനറ്റിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. എന്തെന്ന് വെച്ചാൽ അവിടെ അടിപൊളി ഓഫേഴ്സാണ് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ എന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി ഓഫർ ഉണ്ടോ, നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ അങ്ങനെ സംഭവം. സത്യം പറഞ്ഞാൽ ആരും ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ അമ്മക്ക് എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ എനിക്ക് ഫോൺ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കൂടി വാങ്ങണം അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അമ്മക്ക് വാങ്ങാനില്ല ആ ഒരു സംഭവമേ അല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് എനിക്ക് വാങ്ങണം എന്നാണ് പറഞ്ഞത്. എനിക്ക് വീഡിയോ നല്ല ക്ലാരിറ്റി ഇല്ലല്ലേ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു ഫോൺ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാവുന്നുണ്ട്, വീകുന്നുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഫോൺ വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് അമ്മേനെ കൂട്ടിച്ച് വന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ ഓഫറാണ് കേട്ടോ. ഓണത്തിൻ്റെ ഓഫറാണ് കേട്ടോ. എങ്ങനെ നോക്കിയാലും നല്ല നല്ല ഇതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അമ്മക്ക് EMI ആയിട്ട് തന്നെ ഫോൺ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇരുന്നതാണ്. നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ബജാജിൻ്റെ ഇത് വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചാലില്ലേ നല്ല അടിപൊളി സമീപനാണ് കേട്ടോ. ഇടാൻ നല്ലൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവരെ കണ്ടോ, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിരുന്നുണ്ട്, ചെയ്തിരുന്നുണ്ട്. എന്നിട്ട് കുറേ മെനക്കെട്ടിച്ച് അങ്ങനെയെല്ലാം നോക്കിയിട്ടെല്ലാം ആണ് കേട്ടോ നമുക്കൊരു ഫോൺ സെറ്റാക്കി കിട്ടാനുള്ള ആ ഒരു ഇത്. അതല്ലേ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഗിഫ്റ്റ് അല്ലേ. കിലോ BPL വാഷിംഗ് മെഷീൻ 23,990. പിന്നെ ഇതിന് ലാപ്ടോപ്പിൻ്റെത് വാങ്ങുമ്പോൾ ഏകദേശം 6,550 രൂപ വരുന്ന തരത്തിലുള്ള ഗിഫ്റ്റ്. അതായത് അതിൻ്റെ അകത്ത് കീബോർഡ് ഉണ്ടാവും, മൗസ് ഉണ്ടാവും, മൗസ് പാഡ് ഉണ്ടാവും, ലാപ്ടോപ്പ് സ്റ്റാൻഡ് ഉണ്ടാവും, കീബോർഡ് സ്കിൻ ഉണ്ടാവും, ക്ലീനിങ് കിറ്റ് ഉണ്ടാവും, ബാഗ് ഉണ്ടാവും, ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാവും, മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാവും. അപ്പോൾ അമ്മ ഈ ഫോൺ കുറേ കാലമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അമ്മ ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഫോണായിരുന്നു. പിന്നെ അതായത് നമ്മൾ യൂസ് ചെയ്ത് കൊടുത്ത അങ്ങനത്തെ ഫോണായിരുന്നു. അമ്മ പുതിയൊരു ഫോണല്ലായിരുന്നു. അപ്പോൾ എനിക്ക് അമ്മക്ക് എടുത്തു കൊടുക്കാമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അമ്മ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഇതിൽ സമ്മാനമായിട്ട് കിട്ടിയത് സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു, പവർ ബാങ്ക് ഉണ്ടായിരുന്നു, ഇയർഫോൺ ബഡ്സ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. എല്ലാം സംഭവം സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയുടെ ടൈമിൽ ഞാൻ ആ ഫോൺ വാങ്ങിയിട്ട് അമ്മ സംഭവം അറിയില്ല. അത് ഞാൻ അമ്മ ടൈമിൽ ആ ഫോൺ വാങ്ങിയിട്ട് നേരെ അമ്മക്ക് ഈ ഒരു പുതിയ ഫോൺ കൊടുത്തു കേട്ടോ. അപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും തിരിഞ്ഞിട്ടില്ല. അമ്മ വിചാരിച്ചിട്ട് അമ്മ എന്നോട് നിനക്ക് എന്തിനും ഫോൺ മേടിച്ചിനി അമ്മ നിഷ്കളങ്ക ഭാവം നോക്കുക. അമ്മ ഒന്നും ഇതുവരെ അമ്മ വിചാരിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നൊന്നും തിരിഞ്ഞിട്ടില്ല. പക്ഷെ ലാസ്റ്റ് അമ്മേരെ സിം എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് അമ്മ ഇങ്ങനെ എന്താ സംഭവം ഇതെല്ലാം അമ്മ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ ഇപ്പോൾ ഒന്നും പ്രകടിപ്പിച്ചിട്ടാ
തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എനക്കാ മനസ്സിലത് എനിക്ക് അങ്ങനെ വാങ്ങി തന്നിനെന്നല്ല പറയുന്നുണ്ടായിരുന്നു. അവസാനം അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. അമ്മക്ക് ഭയങ്കര ഹാപ്പിയാന്നേ. അമ്മ പറയുന്നത് ഞാൻ പണിക്കെല്ലാം പോകുന്നതല്ലേ, എൻ്റെ ഇമ്മന്ന് ഇങ്ങനെ പോകൂലേ, എന്നാലും സന്തോഷം, നല്ല സന്തോഷമുണ്ട് ആൾക്ക്. കയ്യിൽ പിടിച്ചിട്ട് ഗമയിൽ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഒന്നും ജസ്റ്റ് നല്ല വിശപ്പായിരുന്നു, ഫുഡും കുറച്ച് ലേറ്റ് ആയിട്ടോ, കാരണം കുറേ ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ